നമസ്കാരം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 ലോകകപ്പ് സെമി ഫൈനലിലെ യഥാർത്ഥ പ്ലെയർ ഓഫ് ദി മാച്ചിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായിട്ടുള്ള അശ്വിൻ. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് പലതവണ സംസാരിക്കാറുള്ളൊരു വ്യക്തിയാണ് അശ്വിൻ. ഇപ്പോൾ ടീമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ പുറത്തുനിന്നും അകത്തുനിന്നും അറിയാവുന്ന ഇൻഫർമേഷനുകളെല്ലാം തന്നെ എല്ലാവരെയും അറിയിക്കാൻ മിടുക്കൻ തന്നെയാണ് അശ്വിൻ എന്ന് പറയാം. സഞ്ജു സാംസൺ ഔദ്യോഗികമായി തന്നെ ഈ കളിയിൽ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാവർക്കും അറിയാം. 89 റൺസുമായി ഇന്ത്യൻ ബാറ്റിംഗിലെ നെടും തൂണായി മാറിയതും അദ്ദേഹമായിരുന്നു. എന്നാൽ പല മുൻ താരങ്ങളും ഈ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി പുരസ്കാരത്തിന് കൂടുതൽ അർഹത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കളിയിൽ ഗംഭീര ബൗളിംഗ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. സഞ്ജുവിനാകെ 3 കളികളാണ് ലഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ കളികളിൽ അദ്ദേഹം മിന്നി. അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള കളികളിലും അദ്ദേഹം മിന്നിയേനെ. പക്ഷെ ബുംറ അങ്ങനെയല്ല. എല്ലാ കളിയിലും ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് ബുംറ നിന്നത്. കളിയിൽ ഗംഭീര ബൗളിംഗ് തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. പക്ഷെ സഞ്ജു ആണെങ്കിലോ ബുംറ ആണെങ്കിലോ എന്നല്ല, ഇന്ത്യയുടെ മറ്റൊരാളാണ് യഥാർത്ഥ പ്ലെയർ ഓഫ് ദി മാച്ച് എന്നാണ് അശ്വിന്റെ നിരീക്ഷണം. ഇതിന് പിന്നിലെ കാരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയായിരുന്നു അശ്വിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മുംബൈയിലെ വാങ്ഡയിൽ സെമി ഫൈനൽ ബാറ്റിംഗിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ബൗളിംഗിലും ഫീൽഡിംഗിലും മിന്നിച്ച ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെയാണ് ശരിക്കുള്ള ഹീറോയായി അശ്വിൻ തന്നെ തിരഞ്ഞെടുത്തത്. ആദ്യം ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെയും പിന്നീട് ഡെത്ത് ഓവറുകളിൽ വിൽ ജാക്സന്റെയും ഒക്കെ 2 അവിശ്വസനീയമായ ക്യാച്ചുകൾ അക്ഷർ എടുക്കുകയും ചെയ്തിരുന്നു. അക്ഷർ പട്ടേലിന്റെ ക്യാച്ചുകൾ അതിഗംഭീരമായിരുന്നു. വിൽ ജാക്സനെ പുറത്താക്കിയ ആ ക്യാച്ചിന്റെ പേരിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അശ്വിൻ പറയുന്നത്. ഈ കളിയിലെ ഫീൽഡിംഗ് പ്രകടനത്തിന്റെ പേരിൽ അക്ഷർ ശരിക്കും ഈ അവാർഡ് അർഹിക്കുന്നുണ്ടോ എന്നാണ് യഥാർത്ഥ ചോദ്യം. അതിനുണ്ട് എന്ന് തന്നെ അശ്വിൻ മറുപടിയും പറയുന്നുണ്ട്. ജാക്സ് ഗംഭീര ഫോമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ നമ്മൾ കളിയും തോൽക്കുമായിരുന്നു. ഇംഗ്ലീഷ് ടീം റൺ ചേസിൽ അവരുടെ ഇഷ്ടം പോലെയാണ് ബൗണ്ടറികൾ നേടിക്കൊണ്ടിരുന്നത്. എങ്കിലും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റുകൾ. പക്ഷെ നമ്മൾ ആ ക്യാച്ചിലൂടെ കളി ശരിക്കും വലയിലാക്കി. നമ്മൾ ശരിക്കും അക്സറിനോട് നന്ദി പറയണം. അക്സറിന്റെ ക്യാച്ച് തന്നെയാണ് ഏറ്റവും മികച്ചതായി മാറേണ്ടത്. ഞാൻ സൂര്യകുമാർ യാദവോ ഗൗതം ഗംഭീറോ ആയിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ ആർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചാലും അത് വാങ്ങി അക്സറിന് കൊടുക്കുമായിരുന്നു എന്നാണ് അശ്വിൻ വ്യക്തമാക്കുന്നത്. ഫീൽഡിംഗിൽ കസറുന്നതിനോടൊപ്പം ബൗളിംഗിൽ ഒരു വിക്കറ്റും അക്സർ നേടിയിരുന്നു. അപകടകാരിയായ ടോം ബാന്റനെയാണ് ഇപ്പോൾ അദ്ദേഹം മടക്കിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് 5 ബോളിൽ 17 റൺസാണ്. അത് ഇംഗ്ലീഷ് താരം നേടുകയും ചെയ്തു. കളിയിൽ അക്സറിന്റെ 4 ഓവർ കോട്ട പൂർത്തിയാക്കിയിരുന്നില്ല. 3 ഓവർ പന്തെറിഞ്ഞ് അദ്ദേഹം 35 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു.